ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ആണ്. ഇഞ്ചിക്കറി എന്നും നമ്മൾ പറയാറുണ്ട്. കുറച്ച് പുളിയും ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പുളിയിഞ്ചിക്കറിയാണ്. ചോറിന് കൂടെ ഒരു തൊട്ടുകറിയായിട്ട് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. കറിയിലേക്ക് വേണ്ടി 200 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ചോപ്പർ യൂസ് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിലേക്ക് 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര ഇത് വെള്ള ശർക്കരയാണ്, അതുകൊണ്ട് കളറില്ല. നല്ല കറുത്ത ശർക്കര എടുത്താൽ നമ്മുടെ പുളിയിഞ്ചിക്ക് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയൊരു കട്ടയാണ്. 50 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ഇഞ്ചിക്ക് ഏകദേശം ഒരു 50 ഗ്രാം ശർക്കര മതിയാവും. കറി റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം വെളിച്ചെണ്ണയിൽ ഇഞ്ചിക്കറിയൊക്കെ റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് നാൾ ചീത്താവാതിരിക്കുകയും ചെയ്യും. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂൺ കടുകും അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ടതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വഴറ്റി ഇഞ്ചിയുടെ പച്ചമണമെല്ലാം മാറി ആ ഒരു റോ സ്മെല്ല് പോയി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് എടുക്കും ഇഞ്ചിയുടെ പച്ചമണമെല്ലാം മാറി വരാനായിട്ട്. ആ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് കുറവായിരിക്കും. നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. 5 ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ആവശ്യമില്ല, വളരെ കുറച്ച് ഈന്തപ്പഴം മതി. അതുപോലെ തന്നെ ശർക്കര കുറച്ച് എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര എടുത്താൽ നല്ല കളർ ഉണ്ടാവും ഇഞ്ചിക്കറിക്ക്. അപ്പോൾ ഇതിപ്പോൾ വെള്ള ശർക്കരയാണ്, ഒരുപാട് കറുത്ത കളറില്ലാത്ത ശർക്കരയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. 1 കപ്പ് വെള്ളത്തിൽ ഒരു 3 ഇഞ്ച് വലിപ്പത്തിലുള്ള പുളി ഒരു 15 മിനിറ്റ് നേരം കുതിർത്തി വെച്ചതാണ്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം ഇഞ്ചിക്കൊക്കെ ഈ ഒരു 3 ഇഞ്ച് കനത്തിലുള്ള പുളി മതിയാവും. അപ്പോൾ പുളി പാകമായിരിക്കും കേട്ടോ. ചെറിയൊരു പുളിയും മധുരവും അതുപോലെ എരിവും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പുളിയിഞ്ചിയുടെ ടേസ്റ്റ് വരിക. നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഏകദേശം നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വറ്റി വരാൻ കുറച്ച് ടൈം എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അവസാനം ആകുമ്പോഴത്തേക്കും ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞ് വരും. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് അതിലെ വെള്ളമൊക്കെ വറ്റി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ടാവും. ഒരുപാട് വെള്ളമില്ലാതെ മൊത്തമായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കരുത്. ശർക്കരയും ഈന്തപ്പഴവും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ അതങ്ങ് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തോടെ തന്നെ എടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കരുത്. ഏകദേശം നമ്മൾ സാധാരണ ഒരു ഇഞ്ചിക്കറിയുടെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഒരു കണക്കിന് തന്നെ എടുക്കുക. അതിനുശേഷം കുറച്ച് നേരം പുറത്തിരിക്കുമ്പോഴത്തേക്കും അതിലെ വെള്ളം അങ്ങ് കുറച്ച് വറ്റിപ്പോക്കോളും. അപ്പോൾ ഇത് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. പുറത്ത് വെച്ചാൽ നമുക്കൊരു 2-3 ദിവസം എന്തായാലും ഇത് ചീത്താവില്ല. ചോറിന് കൂടെ ഇടയ്ക്കൊന്ന് തൊട്ടുകൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഇഞ്ചി അച്ചാറായിട്ടും നമുക്കിത് കൂട്ടാം കേട്ടോ. അപ്പോൾ പുളിയിഞ്ചി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.